അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി റാമിന് വീണ്ടും തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ജാതി അധിക്ഷേപം നടത്തിയില്ലെന്ന റാമിന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല. ഷബ്ന കെ എം വിവരങ്ങളുമായി ചേരുകയാണ്. ഷബ്ന, കേരള മനസാക്ഷി ഞെട്ടിച്ച സംഭവമായിരുന്നു നിതിൻ റാമിന്റെ മരണം. അതിൽ ആണിപ്പോൾ പ്രതി റാമിന് വീണ്ടും തിരിച്ചടി. എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്? സ്വാതി, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡോക്ടർ റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിക്കുമ്പോൾ മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം കുട്ടികൾക്ക് മുന്നിൽ, ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് നിതിൻ രാജിനെ അധിക്ഷേപിച്ചിരുന്നു. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള തെളിവുകൾ കൃത്യമായിരിക്കെ ഇത്തരത്തിലൊരു അപമാനം നേരിട്ട വിദ്യാർത്ഥിയാണ് ഈ നിതിൻ രാജ്. ഈ ഒരു സാഹചര്യത്തിൽ തെറ്റായ സന്ദേശം, അതായത് ഡോക്ടർ റാമിന് മുൻകൂർ ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ സന്ദേശമാകും എന്ന് കോടതി വ്യക്തമാക്കുകയും മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റാം മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് തന്നെ ഈ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായി പ്രതി ചേർത്താണ്. താൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് സെഷൻസ് കോടതിയിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വാദം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചു എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. സാക്ഷി മൊഴികൾ ആ രീതിയിൽ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. നിതിൻ രാജിന്റെ കുടുംബവും ഈ കേസിൽ കക്ഷി ചേർന്നിരുന്നു. ഡോക്ടർ റാമിന് ജാമ്യം നൽകരുത് എന്ന് കുടുംബം കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും നിയമത്തിന് മുന്നിൽ വരണം എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. 1 മാസമായി ഡോക്ടർ റാം ഒളിവിലായിരുന്നു. ശരി ഷബ്ന.